സ്റ്റുഡിയോ മാരിയമ്മയുടെ സെക്കൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും വൂജു കുട്ടിക്കാലത്ത് അവന് നടന്നിട്ടുണ്ടായിരുന്ന ഒരു അപകടത്തെക്കുറിച്ച് ഓർക്കുന്നു. അന്ന് വൂജുവും അച്ഛനും അമ്മയും കൂടി ഒന്നിച്ച് കാറിൽ സഞ്ചരിക്കുന്ന സമയത്തായിരുന്നു അപകടം ഉണ്ടായത്. അപ്പോഴായിരുന്നു അവന് അച്ഛനെയും അമ്മേനെയും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബോധമൊക്കെ വന്നിട്ടുണ്ടായിരുന്ന അവനും അവന്റെ അടുത്തായിട്ട് മറ്റൊരാൾ നിൽക്കുന്നത് കാണുകയും അയാളോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതാരാണെന്ന് അവൻ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ആ ഒരു സീനുകളെല്ലാം തന്നെ ഇപ്പോൾ കാണിക്കുന്നു. തന്റെ എക്സ് ഹസ്ബൻഡിന്റെ അതേ പേര് വൂജുവിനുള്ളത് കൊണ്ട് തന്നെ വൂജുവിന്റെ അടുത്ത് സഹായം ചോദിക്കണോ എന്നൊരു സംശയത്തിലായിരുന്നു മെറി ഉണ്ടായിരുന്നത്. വൂജു മെറീനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയതിനെ കുറിച്ചും പോകുന്ന വഴിക്ക് പേടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന വൂജുവും ഡോക്ടറായ ജിൻഗ്യുങ്ങിനെ കോൾ ചെയ്ത് തനിക്കൊരു സഹായമൊക്കെ വേണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിനെ കുറിച്ച് അവൾ ഓർക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്നും തനിയെ വീട്ടിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന അവളെ അവനായിരുന്നു കാറിൽ കയറ്റിക്കൊണ്ട് വീട്ടിന് മുമ്പിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ അവൻ അത്രയ്ക്ക് പ്രശ്നക്കാരനല്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മെറിയും വൂജുവിനെ കോൾ ചെയ്യുന്നു. അങ്ങനെ ആയിരുന്നു അവർ രണ്ടുപേരും കൂടി കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നതും. ഒരു ദിവസത്തേക്ക് നീ എന്റെ ഹസ്ബൻഡായിട്ടൊന്ന് അഭിനയിക്കാമോ എന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും അവനും അതിന് തയ്യാറാക്കാതെ പോകുവാനായിട്ട് തുടങ്ങുന്നു. എനിക്ക് എന്റെ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ വരെ പോകേണ്ടതായിട്ടുണ്ട്. ഷോപ്പ് ചെയ്യുവാനായിട്ടല്ല, അതല്ലാതെ മറ്റൊരു കാരണം കൊണ്ടാണ്. നീയും എന്റെ കൂടെ ഒന്ന് വരാമോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും ശരിക്കും എന്താണ് നടന്നതെന്നുള്ള കാര്യം ഒന്നും തന്നെ അറിയാതെ അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. ഇത് എന്റെ ലൈഫ് കൂടിയല്ല എന്ന് അവനും ചോദിക്കുന്നു. പക്ഷെ സമ്മാനത്തിന്റെ കാര്യം ഒന്നും തന്നെ പറയുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ അവളും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ 3:30 ആകുമ്പോഴത്തേക്കും വന്നാൽ മതിയെന്ന് അവനെ അറിയിക്കുന്നു. കൂടാതെ എത്ര നേരം വരുന്നോ അതനുസരിച്ച് കുറച്ച് തുകയൊക്കെ തരുവാനായിട്ട് താൻ തയ്യാറാണെന്നും കൂടി അവൾ പറയുമ്പോഴത്തേക്കും അവനും തനിക്ക് ഒരു 100 മില്യൺ ഒക്കെ ആവശ്യമായിട്ടുണ്ട് എന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. അതായത് നേരത്തെ അവളും അവൾക്ക് 100 മില്യൺ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഓർത്തിട്ടാണ് അവൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതും. അന്ന് ഞാൻ ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മറ്റൊരാളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടായിരുന്നു ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അവളും ക്ഷമ ചോദിക്കുന്നു. ഈ ഒരു സമയത്ത് അവളുടെ ഹസ്ബൻഡായിട്ടൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ കുറച്ച് പണമൊക്കെ നൽകാമെന്ന് അവൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മെറി ഏതെങ്കിലും ഒരാളുമായിട്ട് ഫേക്ക് റിലേഷൻഷിപ്പ് ഒക്കെ വെക്കുന്ന സമയത്ത് ആ ഒരാളെ പറ്റിച്ചിട്ട് അയാളുടെ കയ്യിലെ പണമൊക്കെ കൈക്കലാക്കുവാനായിട്ട് മെറിയുടെ ഹസ്ബൻഡാണ് താൻ എന്ന് പറഞ്ഞ് ബൂജു വരണോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അതായത് ഏതെങ്കിലും രീതിക്കുള്ള ഒരു സ്കാം ഒക്കെ നടത്തുവാനായിട്ടായിരിക്കും തന്റെ സഹായം വേണ്ടിയിരിക്കുക എന്നാണ് അവൻ വിചാരിക്കുന്നത്. നീ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം തന്നെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് കൂട്ടു നിൽക്കുവാനായിട്ടൊന്നും എന്നെ കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് അവനും പോകുന്നു. വൂജുവിന്റെ മുത്തശ്ശി നടത്തുന്ന ബേക്കറി കാണിക്കുകയാണ്. വൂജുവിന്റെ മുത്തശ്ശി മാത്രമായിരുന്നില്ല, മറിച്ച് വീട്ടിലുള്ള പല അംഗങ്ങളും ഇതേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. മുത്തശ്ശിക്ക് ഒരാണും ഒരു പെണ്ണുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ ആണിന്റെ മകനാണ് വൂജു. അതുപോലെ തന്നെ പെണ്ണായിട്ടുള്ള ആളാണ് കിം. കിമ്മിന്റെ ഹസ്ബൻഡാണ് ജാങ്. സോ ഈ കിമ്മിന്റെയും ജാങ്ങിന്റെയും മകനാണ് ഉങ്സു. ഇപ്പോൾ ഈ ഒരു ഉങ്സു ഇവരുടെ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. 2 വർഷത്തോളം ഒരു സാധാരണ പോസ്റ്റ് ഒക്കെ കൊടുത്ത് ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഉൺസു കാര്യമായിട്ടൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഇനിയും അവനെ വെച്ച് പരീക്ഷണം നടത്തുന്നത് നിർത്തുവാനായിട്ടായിരുന്നു മുത്തശ്ശി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പകരമായിട്ട് വൂജുവിനെ മാർക്കറ്റിംഗ് ടീമിന്റെ ലീഡറായിട്ട് കൊണ്ടുവരുവാനായിട്ട് മുത്തശ്ശി ആഗ്രഹിച്ചു. നമുക്ക് തൽക്കാലം പറയുവാനായിട്ട് ഈസി ആകുന്ന രീതിക്ക് മുത്തശ്ശിയുടെ മകളെയും ഹസ്ബൻഡിനെയും ആന്റി എന്നും അങ്കിൾ എന്നും വിളിക്കാം. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ടീം ലീഡർ ആയിട്ടുണ്ടായിരുന്ന പോസ്റ്റ് തന്റെ മകന് കൊടുക്കാതെ വൂജുവിന് കൊടുത്തതിന്റെ വിഷമം എല്ലാം തന്നെ ആന്റിക്കുണ്ടായിരുന്നു. ആന്റിയും വൂജുവിന്റെ പേരൻസ് ഒക്കെ മരിച്ചു പോയതാണ്. അതുകൊണ്ട് തന്നെ വയസ്സാം കാലത്ത് അമ്മേനെ നോക്കുവാനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്റെ മകന് തന്നെ ആ ഒരു പോസ്റ്റ് കൊടുക്കണമെന്നെല്ലാം തന്നെ ആന്റിയും പറയുന്നു. പക്ഷെ മുത്തശ്ശിയും വളരെയധികം ദേഷ്യപ്പെട്ടൊക്കെ അവളെയും പറഞ്ഞയക്കുകയാണ്. ഇപ്പോൾ ഉങ്സുവിന്റെ അടുത്ത് വന്നതിന് ശേഷം ആന്റിയും ഉങ്സുവിനെ കുറ്റപ്പെടുത്തുകയാണ്. മുത്തശ്ശി നിനക്ക് തരേണ്ടതെല്ലാം തന്നെ ബൂജുവിന് കൊടുക്കുന്നതായിരിക്കുമെന്നെല്ലാം തന്നെ ആന്റി പറയുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാകുന്നുണ്ട്. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനും അതിനുള്ള വഴിയെല്ലാം തന്നെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നെന്ന് അവനും അറിയിക്കുന്നു. എങ്കിലും അവൻ വളരെയധികം കുട്ടികളെ പോലെയൊക്കെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ആന്റിക്കും ഒരുപാട് ടെൻഷനൊക്കെ തോന്നുകയാണ്. ആന്റി ഇപ്പോൾ എന്റെ കൂടെ നിൽക്കേണ്ട സമയമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഊജനെ നമ്മുടെ മകന് തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നെല്ലാം തന്നെ അങ്കിളിനോട് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ബിസിനസ്സിൽ ഇങ്ങനെ ഒന്നും തന്നെ സംസാരിക്കുവാനായിട്ട് പാടില്ല. ബിസിനസ് ആർക്കാണോ നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക അയാൾക്ക് സ്ഥാനമൊക്കെ നൽകുന്നതായിരിക്കും നല്ലത്. എങ്കിൽ മാത്രമേ ബിസിനസ്സും വളരുകയുള്ളൂ. അത് കൂടാതെ വൂജ് കൂടി ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിലല്ലേ ഉങ്സോനും എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവനുമായിട്ടൊരു ഫൈറ്റ് ഒക്കെ നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾ തന്നെ അവസാനം വിജയിക്കട്ടെ എന്ന് അങ്കിളും പറയുന്നു. വർക്കൊക്കെ കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു ജിൻകുങ്ങും. അങ്ങനെ ഇരിക്കെയാണ് വൂജിന്റെ കോളും അവൾക്ക് വരുന്നത്. നേരത്തെ ഒരു കോഫി ഒക്കെ കുടിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് കോഫി കുടിക്കുന്നു.
നാളെ മുതൽ വൂജു മുത്തശ്ശിയുടെ കൂടെ ഒരേ ബേക്കറിയിലൊക്കെ വർക്ക് ചെയ്യുവാനായിട്ട് പോവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാകുന്നതാണ്. നീ യുഎസിലൊക്കെ ആയിരുന്ന സമയത്ത് മുത്തശ്ശിക്ക് പ്ലെയിനിലൊക്കെ കയറുവാൻ പേടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരിക്കൽ പോലും നിന്നെ കാണുവാനായിട്ട് വരുവാൻ മുത്തശ്ശിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ നീയും വളരെ റെയറായിട്ട് മാത്രമായിരുന്നു മുത്തശ്ശിനെ കാണുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നതും. ഇനിയിപ്പോൾ എന്ന് മുത്തശ്ശിക്ക് നിന്നെ കാണുവാനായിട്ട് സാധിക്കുമല്ലോ എന്നെല്ലാം തന്നെ ചിരിങ്ങുങ്ങു പറയുമ്പോഴത്തേക്കും ഞാൻ നാട്ടിലില്ലെങ്കിൽ പോലും നീ എന്റെ മുത്തശ്ശിനെ നന്നായി നോക്കുമെന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പായിരുന്നു എന്ന് വൂജുവും അറിയിക്കുന്നു. അല്ലെങ്കിലും നീ വിചാരിക്കുന്നത് പോലെ ജീവിതകാലം മുഴുവൻ മുത്തശ്ശിനെ നോക്കുവാനായിട്ടൊന്നും എനിക്ക് സാധിക്കുകയില്ല. ഞാനും മുത്തശ്ശിയുടെ കൊച്ചുമോനെ കെട്ടുവാനായിട്ടൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ അവളും വൂജുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ പോലും ഇനി നിനക്കെങ്ങാനും ഉങ്സുനെ ഇഷ്ടമാണോ എന്ന് വൂജുവും തമാശയായിട്ട് തിരിച്ച് അവളുടെ അടുത്തായിട്ടും ചോദിക്കുന്നു. കഴിഞ്ഞ തവണ നീ ഇവിടെ ഒരു പെൺകുട്ടിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവളുടെ കാര്യം എന്തായെന്ന് ചിരുങ്കുകം ചോദിക്കുമ്പോഴത്തേക്കും അവൾക്ക് കാര്യമായ എന്തോ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവളും കഴിഞ്ഞ തവണ എന്നെ കാണുവാനായിട്ട് വന്നതിന് ശേഷം അവളുടെ ഹസ്ബൻഡ് ആക്കാമോ എന്നൊക്കെ എന്നോടും ചോദിച്ചു. എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവനും നിൽക്കുന്നു. ഇപ്പോൾ അവരുടെ മുമ്പിലൂടെ ഒരു കുട്ടി ഓടി വരികയും ആ കുട്ടി വീഴുകയും ചെയ്യുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ബാഗിലുണ്ടായിരുന്ന ഒരു കീ ചെയിനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന അവനും കുട്ടിക്കാലത്ത് ഇതുപോലെ അവന് വിഷമിച്ചിരുന്ന സമയത്ത് ഒരു പെൺകുട്ടി അവന്റെ അടുത്തേക്ക് വരികയും ഇതേപോലത്തെ ഒരു ഡോളൊക്കെ അവന് കൊടുത്തതിനെ കുറിച്ചും അവൻ ഓർക്കുന്നു. അതിലെ ഒരു ബട്ടണൊക്കെ ഞെക്കി കഴിയുമ്പോഴത്തേക്കും നീ കരയുവാനായിട്ട് പാടില്ല, അങ്ങനെ കരയുകയാണെങ്കിൽ കടുവ നിന്നെ പിടിക്കുവാനായിട്ട് വരുന്നതായിരിക്കുമെന്ന് പറഞ്ഞ ഒരു വോയിസും കൂടി അവനെ കേൾപ്പിക്കുകയാണ്. ഇപ്പോൾ അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തതിന് ശേഷം കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയുടെ അടുത്ത് നീ ഇനിയും കരയുകയാണെങ്കിൽ നിന്നെ കടുവ പിടിക്കുവാനായിട്ട് വരുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് കുട്ടിയുടെ കരച്ചിലും മാറ്റുകയാണ്. അങ്ങനെ ആ കുട്ടി പോയി കഴിയുമ്പോഴത്തേക്കും ഇതുപോലത്തെ ടോയ്സ് ഒക്കെ ഇപ്പോൾ സാധാരണയായിട്ട് ഇവിടെ കിട്ടുന്നതാണോ എന്ന് ബൂജുവും ചിൻകുങ്ങിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ കുട്ടിക്കാലത്ത് നിനക്കും ഇതുപോലത്തെ ഒരു ടോയ് ഉണ്ടായിരുന്നല്ലോ, നീ പണ്ട് യുഎസിലൊക്കെ പോകുന്ന സമയത്ത് ഈ ടോയുമായിട്ടല്ലേ പോയിട്ടുണ്ടായിരുന്നത്, ഞാനും നിന്റെ ക്രഷ് തന്നതല്ല ഇതേന്നൊക്കെ ചോദിച്ച് നിന്നെ അന്ന് ഒരുപാട് കളിയാക്കിയിട്ടുമുണ്ടായിരുന്നു. അതൊക്കെ നീ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന് അവനോടും ചോദിക്കുന്നു. അതാരാണ് എനിക്ക് തന്നതെന്നൊന്നും തന്നെ എനിക്ക് അറിയിക്കില്ല, എന്തായാലും എന്റെ ഫസ്റ്റ് ക്രഷ് ഒന്നും അല്ല അത്. പിന്നെ അവളും ഇപ്പോൾ എവിടെയെങ്കിലും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടാകുമെന്നാണ് അവൻ പറയുന്നത്. ഇപ്പോൾ മെറീനെ വീട്ടിൽ നിന്നും അമ്മ വിളിക്കുകയാണ്. നിലവില് അവൾ വിവാഹമൊക്കെ നീട്ടിവെച്ചുവെന്ന് മാത്രമായിരുന്നു അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നീ ശരിക്കും എപ്പോഴാണ് വിവാഹമൊക്കെ നടത്തുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്, അതൊക്കെ പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാമായിരുന്നു എന്ന രീതിക്കാണ് അമ്മ സംസാരിക്കുന്നത്. അവൾക്കൊരു അനിയത്തി കൂടിയുണ്ട്. അനിയത്തി യുഎസില് റെസ്റ്റോറന്റിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ അവളും വിവാഹത്തെക്കുറിച്ച് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും അവളെ ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ അറിയിക്കേണ്ട, അവൾക്ക് തിരക്കാണെങ്കിൽ അവളെ കല്യാണത്തിന് വരുവാനായിട്ട് നിർബന്ധിക്കേണ്ട കാര്യമില്ല എന്നെല്ലാം തന്നെ മെറി പറയുന്നുണ്ടെങ്കിലും അവൾക്ക് കല്യാണത്തിന് വരുവാൻ ഒരുപാട് താല്പര്യമുണ്ടെന്ന് അമ്മയും അറിയിക്കുന്നു. നീ ഇപ്പോൾ ഏത് ദിവസമാണ് കല്യാണം നടത്തുവാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞില്ലെങ്കിലും ഏത് വർഷമായിരിക്കുമെന്നെങ്കിലും പറ, എന്നാൽ മാത്രമേ എനിക്കും ആ രീതിക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അമ്മ പറയുമ്പോഴത്തേക്കും അവൾക്കും അമ്മയുടെ സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മേനെ നേരിട്ട് കാണുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മേനെ അറിയിക്കാമെന്ന് അവളും പറയുന്നു. പക്ഷെ അമ്മയുടെ അടുത്ത് മറ്റൊരു കൂട്ടുകാരി കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് അമ്മയും നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിന് സാധ്യതയില്ലല്ലോ, നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സോൾവ് ചെയ്താൽ മാത്രം മതിയെന്ന് അവളെയും അറിയിക്കുന്നു. അതായത് ഇവർ രജിസ്റ്റർ മാരേജ് കൂടി കഴിഞ്ഞതുകൊണ്ട് ഏതൊരു കാരണവശാലും അവർ പിരിയുവാനായിട്ട് പാടില്ല എന്ന രീതിക്കാണ് അമ്മ സംസാരിക്കുന്നത്. വൂജും ഇപ്പോൾ ബേക്കറിയിലെ ഓഫീസിലേക്ക് എത്തുന്നു. അങ്ങനെയിരിക്കെ അവനും നേരെ പോയി കണ്ടിട്ടുണ്ടായിരുന്നത് അങ്കിളിനെ ആയിരുന്നു. അങ്കിളും നിനക്ക് എന്താവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഒരച്ഛൻ എന്ന രീതിക്ക് എന്നെ വന്ന് കണ്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുട്ടിക്കാലം മുതലേ എനിക്കൊരു അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ പോലും അച്ഛന്റെ എല്ലാ സ്നേഹവും തന്നായിരുന്നു അങ്കിൾ എന്നെ വളർത്തിയിട്ടുണ്ടായിരുന്നത്, അതിനൊരുപാട് നന്ദിയുണ്ടെന്ന് അവനും അറിയിക്കുന്നു. കൂടാതെ അങ്കിളും ഇപ്പോൾ അവനെ ഓഫീസൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഊച്ചനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് മാർക്കറ്റിംഗ് ടീമിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നിലവില് യുഎസിൽ നിന്നും എംബിഎ കഴിഞ്ഞിട്ടാണ് അവൻ വന്നിട്ടുള്ളത്. കൂടാതെ 4 വർഷത്തോളം അവൻ യുഎസിൽ ഒരു കമ്പനിയിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ കൊറിയയിൽ ആദ്യമായിട്ടാണ് ഒരു കൊറിയൻ കമ്പനിയിൽ വർക്ക് ചെയ്യുവാനായിട്ട് എത്തിയിട്ടുള്ളത്. എല്ലാവരും അവന്റെ കൂടെ നിന്ന് അവനെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നെല്ലാം തന്നെ അങ്കിളും ഇപ്പോൾ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് കമ്പനിയുടെ ഒരു മീറ്റിംഗ് നടത്തുന്നു. ഈ ഒരു സമയത്ത് പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ചായിരുന്നു പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റിംഗ് ടീമിൽ വർക്ക് ചെയ്യുന്ന ആണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്. ഇവര് നിലവിൽ ഒരു എക്സിബിഷൻ ഒക്കെ നടത്തിയ സമയത്ത് എല്ലാവർക്കും തന്നെ ഈ ഒരു ഐറ്റവും ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു പാക്കേജിങ്ങിന് അവർക്ക് ഒരു അവാർഡ് പോലും കിട്ടുകയുണ്ടായി എന്നോ പറയുമ്പോഴത്തേക്കുമാണ് ഊൺസ്യവും മറ്റൊരു പ്രശ്നത്തെക്കുറിച്ച് അറിയിക്കുന്നത്. അതായത് ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്ന പാക്കേജിലുള്ള ഡിസൈൻ ഉണ്ടല്ലോ, ആ ഡിസൈൻ ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്ന കമ്പനിയുമായിട്ട് ഒറ്റത്തവണത്തെ രീതിക്കുള്ള എഗ്രിമെന്റ് മാത്രമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അവരെ നിലവിൽ എക്സിബിഷൻ ഒക്കെ നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകാനായിട്ട് മാത്രമായിരുന്നു ഡിസൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു തുകയ്ക്ക് കുറച്ചു കാലത്തേക്ക് മാത്രമായിരുന്നു ആ ഡിസൈൻ എടുത്തതും. പക്ഷെ ഇപ്പോൾ ആ ഒരു ഫുഡ് ഐറ്റം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ സെയിം പാക്കേജിൽ എല്ലാവർക്കും തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനായിട്ടായിരുന്നു അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ നിലവില് ഈ ഡിസൈനൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്ന കമ്പനിയുമായിട്ടുള്ള എഗ്രിമെന്റ് തീർന്നിരിക്കുകയാണ്. സോ പുതിയതായിട്ട് ഈ ഒരു എഗ്രിമെന്റ് റിന്യൂ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇവർക്കും ഈ പ്രൊഡക്റ്റ് പുറത്തിറക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉൻസിയും ഈ ഒരു കാര്യത്തെക്കുറിച്ചെല്ലാം തന്നെ പറയുമ്പോഴത്തേക്കുമാണ് എല്ലാവരും തന്നെ അതിനെക്കുറിച്ച് ഓർക്കുന്നത്. നമ്മുടെ വൂജു ഇന്ന് മാത്രമായിരുന്നു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഇങ്ങനൊരു മീറ്റിംഗ് നടക്കുന്നതിനെ കുറിച്ചൊന്നും തന്നെ അവൻ അറിയുകയുണ്ടായിരുന്നില്ല. പക്ഷെ സാധാരണഗതിക്ക് ഒരു ടീം ലീഡാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തി ചെയ്യേണ്ടത്. സോ വൂജു വന്നപ്പോൾ തന്നെ ഒരു കാര്യങ്ങളും ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉൻസുവും വൂജുവിനെ കുറ്റപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നു. വൂജുവും ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിലായിട്ട് തനിക്കൊരു തെറ്റ് പറ്റി, താനും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ വരുവാനായിട്ട് പാടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ക്ഷമ ചോദിക്കുകയാണ്. എത്രയും വേഗം നീ ആ കമ്പനീനെ കോൺടാക്ട് ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ നിലവിലുള്ള കോൺട്രാക്ട് ഒക്കെ റിന്യൂ ചെയ്യിക്കണം. അതാണ് അടുത്തതായിട്ട് നീ ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞതിന് ശേഷമാണ് മുത്തശ്ശിയും പോകുന്നത്. വൂജോന്റെ മാർക്കറ്റിംഗ് ടീം ഇപ്പോൾ പുതിയതായിട്ട് ഇറക്കുവാനായിട്ട് പോകുന്ന പ്രൊഡക്റ്റിന്റെ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പനീനെ കോൺടാക്ട് ചെയ്യുകയാണ്. പക്ഷെ ആദ്യം ഈ കമ്പനീനെ കോൺടാക്ട് ചെയ്ത സമയത്ത് എത്ര പണമായിരുന്നോ നൽകിയിട്ടുണ്ടായിരുന്നത് അതിന്റെ 10 ഇരട്ടി തരികയാണെങ്കിൽ മാത്രമേ ഇപ്പോൾ കോൺട്രാക്ട് ഒക്കെ റിന്യൂ ചെയ്യുകയുള്ളൂ എന്നാണ് മെറിയുടെ കമ്പനി അറിയിക്കുന്നത്. സോ വൂജോന്റെ ടീമും ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് അറിയിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ നീ എന്തുകൊണ്ടാണ് 10 ഇരട്ടിയൊക്കെ തരികയാണെങ്കിൽ മാത്രമേ കോൺട്രാക്ട് റിന്യൂ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് മെറിയുടെ ഫ്രണ്ട് ചോദിക്കുമ്പോഴത്തേക്കും 2 മണിക്കൂർ മുമ്പ് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കോള് ചെയ്ത ആളാകട്ടെ എന്നോട് ബേക്കറിക്കാർ എന്നെ വിളിക്കുന്നതായിരിക്കുമെന്നും അപ്പോൾ 10 ഇരട്ടിയൊക്കെ പറയുകയാണെങ്കിൽ പോലും ആ ബേക്കറിക്കാർ അത് തരുവാനായിട്ട് തയ്യാറാകുമെന്നും പറഞ്ഞു. സോ അതൊക്കെ കേട്ടിട്ടായിരുന്നു ഞാനും ഇങ്ങനെ ചെയ്തതെന്നും മെറി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഫൂഷുവിന് ഈ ഒരു ഡീൽ ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കാതിരിക്കുവാനായിട്ട് ഉങ്സു ആയിരുന്നു മെറിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് വലിയൊരു തുകയൊക്കെ പറയുകയാണെങ്കിൽ പൂജനും അത്രയും തുകയൊക്കെ വെച്ചിട്ട് ഈ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. അഥവാ അങ്ങനെ സൈൻ ചെയ്യിക്കുകയാണെങ്കിൽ തന്നെ മുത്തശ്ശി അവനെ വഴക്ക് പറയുന്നതായിരിക്കും. അതൊക്കെ ആയിരുന്നു ഉൻസുവിന്റെ ലക്ഷ്യവും. ചായം ഇതുപോലെ അവര് 10 ഇരട്ടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം വൂജിനെ അറിയിക്കുമ്പോഴത്തേക്കും എന്നാൽ നമുക്ക് ഡിസൈനിങ് കമ്പനീനെ മാറ്റാമെന്ന് വൂജുവും അറിയിക്കുന്നു. അതേസമയം അങ്ങനെ മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ചായം ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഇവര് പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കുന്നതിന്റെ ഭാഗമായിട്ട് 150 മില്യണോളം തുകയൊക്കെ ചെലവാക്കിയിട്ടായിരുന്നു അതിന്റെ പ്രീ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ അവരുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അതിലെല്ലാം തന്നെ ഈ ഒരു ഡിസൈനിങ് സ്റ്റുഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്ന സെയിം ഡിസൈൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതെല്ലാം തന്നെ കളഞ്ഞിട്ട് പുതിയൊരു ഡിസൈൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. സോ വൂജുവും എന്നാൽ ആ ഡിസൈനർ സ്റ്റുഡിയോനെ കോൺടാക്ട് ചെയ്തിട്ട് അവരുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുന്നു. ബ്യൂട്ടി ഡിപ്പാർട്ട്മെന്റിന്റെ സിഇഒയും ഇപ്പോൾ ആകെ ദേഷ്യത്തിലാണ് ഉള്ളത്. അയാൾ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും അല്ലല്ലോ ലക്കി ഡ്രോ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അയാളും കാലിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഷൂസ് ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ സെക്രട്ടറിനെയും ചവിട്ടുന്നു. സെക്രട്ടറിയും 3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്നു. ശരിക്കും സിഒ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നത് മേയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മേയറിന് അതിന് പകരമായിട്ട് ഇവർ പുതിയതായിട്ട് വെക്കുന്ന ബിൽഡിങ്ങിലെ ഒരു യൂണിറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ഇപ്പോൾ ആ ഒരു യൂണിറ്റ് ഒക്കെ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്ക് എല്ലാം തന്നെ നിന്നു പോകുന്നതായിരിക്കും. അത് കാരണം അവർക്ക് ഒരുപാട് നഷ്ടമുണ്ടാകും. അതേസമയം യൂണിറ്റ് കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിഇഒയുടെ അച്ഛൻ അറിയും. അപ്പോൾ കൂടുതൽ പ്രശ്നമാക്കും. എന്ത് ചെയ്യുമെന്ന് അറിയാതെ സിഇഒ നിന്ന സമയത്ത് സെക്രട്ടറി ആയിരുന്നു മേയറുടെ അനന്തരവൻ പുതിയതായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് പുതിയതായിട്ട് വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ഒരു ലക്കി ഡ്രോ ഒക്കെ നടത്തിയാലോ എന്ന് സെക്രട്ടറിയും പറയുന്നത്. സിഇഒയുടെ ആഗ്രഹപ്രകാരമായിരുന്നു സെക്രട്ടറിയും ഇങ്ങനൊരു ഐഡിയയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആകെ പ്രശ്നമായപ്പോഴത്തേക്കും എല്ലാം സെക്രട്ടറിയുടെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുവാനായിട്ട് മാത്രമായിരുന്നു സിഒ ശ്രമിച്ചത്. ഇപ്പോൾ സെക്രട്ടറി നേരെ സ്റ്റാഫിനെ കോൾ ചെയ്തതിന് ശേഷം ആ ഒരു ലക്കി ഡ്രോ ഒക്കെ ജയിച്ച പെൺകുട്ടി ഉണ്ടല്ലോ അവളെ എത്രയും വേഗം കോൺടാക്ട് ചെയ്യണം. അവളുടെ ഹസ്ബൻഡിനെയും കൊണ്ട് വരികയാണെങ്കിൽ മാത്രമേ സമ്മാനം കൊടുക്കുകയുള്ളൂ എന്ന് അവളെ അറിയിക്കേണ്ടതായിട്ടുണ്ട് എന്നെല്ലാം തന്നെ സെക്രട്ടറിയും അറിയിക്കുന്നു. ഇപ്പോൾ സ്റ്റാഫും ഈ ഒരു കാര്യം പറഞ്ഞ് മെറിക്ക് മെസ്സേജ് അയച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ മെറിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടിന്റെ അടുത്തും മെറി ഒന്ന് സംസാരിച്ച് നോക്കുകയാണ്. അതായത് ഈ ഒരു ഫ്രണ്ടിന് ഒരു ചേട്ടനുണ്ട്. ആ ഒരു ചേട്ടനെയും കൂട്ടിക്കൊണ്ട് പോയാലോ എന്ന പ്ലാനിലാണ് അവൾ ഉള്ളത്. പക്ഷേ പിന്നീട് ഒന്നും കൂടെ ഒന്ന് ആലോചിക്കുമ്പോഴത്തേക്കുമാണ് ആ ചേട്ടന്റെ പേര് വൂജു എന്നൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നത്. സോ അത് വേണ്ട എന്ന കാര്യം അവളും തീരുമാനിക്കുന്നു. ഇപ്പോൾ മെറിയുടെ എക്സ് ആയിട്ടുണ്ടായിരുന്ന വൂജുവിന്റെ ഫാമിലിനെ കാണിക്കുകയാണ്. വൂജുവിന്റെ അമ്മയുടെ അടുത്തായിട്ട് വൂജുവിന്റെ അനിയത്തിയും നേരത്തെ മെറി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന ഫുഡും അതുപോലെ തന്നെ മെറിയുടെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന സൈഡ് ഡിഷും എല്ലാം തന്നെ താനും ഒരുപാട് മിസ് ചെയ്യുന്നു എന്നാണ് അനിയത്തി പറയുന്നത്. അതേസമയം ഇപ്പോൾ വൂജു ഡേറ്റിംഗ് ചെയ്യുന്ന ജെനി ഉണ്ടല്ലോ അവൾ ഒരുപാട് കാശുകാരിയാണ്. കൂടാതെ അവളുടെ പേരൻസിന് ഹോങ്കോങ്ങിൽ ബിൽഡിംഗ് വരെയുണ്ട്. അതുകൊണ്ട് തന്നെ മെറി പോയതിൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും അനിയത്തിനെ സമാധാനിപ്പിക്കുന്നു.
ഇപ്പോൾ വൂജും അമ്മേനെ കോൾ ചെയ്യുന്നു. മെറിക്ക് ഒരുപാട് പണമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വൂജുവിനെ അന്വേഷിച്ച് വീട്ടിൽ വരുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ വിളിക്കുന്നതെങ്കിൽ പോലും എന്തായാലും പണമൊക്കെ പോയത് മെറിയുടെ തെറ്റുകൊണ്ട് മാത്രമാണ്. കൂടാതെ പണം പോയത് മെറിയുടെയുമാണല്ലോ. അങ്ങനെയിരിക്കെ നീ അവൾക്ക് പണം കൊടുക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവും ഇല്ല എന്നാണ് അമ്മ പറയുന്നത്. കൂടാതെ അവളെ വിളിക്കുകയാണെങ്കിൽ പോലും നീ കോൾ എടുക്കുവാനായിട്ട് പാടില്ല എന്നും ഞങ്ങളും അതൊക്കെ അനുസരിച്ച് പെരുമാറിക്കൊള്ളാമെന്നും അമ്മയും അറിയിക്കുന്നു. ജെനിയും പൂച്ചും കൂടി നിലവിൽ കറങ്ങുവാനായിട്ടൊക്കെ പോയതായിരുന്നല്ലോ. സോ ജെനിയുടെ വീട്ടിലുണ്ടായിരുന്ന ക്യാറ്റിനെ ഇവരുടെ വീട്ടിലേക്ക് ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. സോ ക്യാറ്റിനെ താൻ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട് എന്ന് അമ്മയും പറയുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ബൂച്ചുവിനെ കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെറിയും ഇപ്പോൾ അമ്മനെ കാണുവാനായിട്ട് എത്തിയിട്ടുള്ളത്. താനും ഇതുപോലെ ഒരു സ്കാമിലൊക്കെ പെട്ടിട്ട് തനിക്ക് പണമെല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് മെറി പറയുമ്പോഴത്തേക്കും ഇതെല്ലാം തന്നെ എന്റെ മകൻ എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ മകനാകട്ടെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു സ്കൂളിലും ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലും എല്ലാം തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ചിലവായിട്ടുണ്ട്. കൂടാതെ നീയും അത്രയ്ക്ക് വലിയ സ്കൂളിലൊന്നും പഠിച്ച ആളൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ മകൻ ഏത് നിലയിൽ എത്തിയോ അതിനെല്ലാത്തിനും ഞങ്ങളുടെ പണമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതല്ലാതെ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ പേരിൽ നിനക്കൊരു വീട് പോലും എടുക്കാനായിട്ട് സാധിച്ചില്ലല്ലോ. നീ എടുത്തത് പോലും നിന്റെ പേരിലല്ലേ. അങ്ങനെ ഇരിക്കെ ആ ഒരു വീട് സ്കാമിൽ പെട്ട് പോയെങ്കിൽ അതൊരിക്കലും ഞങ്ങളുടെ തെറ്റല്ല. നീ തന്നെ വേണം അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുവാൻ നമ്മ പറയുമ്പോഴത്തേക്കും ആ വീടിന് ഡെപ്പോസിറ്റ് കൊടുക്കുവാനായിട്ട് എനിക്ക് ലോൺ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്റെ പേരിൽ ലോൺ എടുത്തത് കൊണ്ടാണ് വീടും എന്റെ പേരിൽ മേടിക്കുവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ മെറി പറയുന്നുണ്ടെങ്കിൽ പോലും നീ നിന്റെ പേരിൽ വീടെടുത്തു. സ്കാം നടന്നത് നിനക്കാണ്. അങ്ങനെയിരിക്കെ അതിന്റെ കോൺസിക്വൻസസും നീ തന്നെ അനുഭവിക്കണം. അല്ലാതെ ഞങ്ങളുടെ മകൻ ഇതിൽ വലിച്ചഴിക്കുവാനായിട്ട് പാടില്ല എന്ന് അമ്മ പറയുന്നു. മെറിയും തനിക്ക് ഇതുപോലെ ലക്കി ഡ്രോ കിട്ടിയ കാര്യമെല്ലാം തന്നെ അമ്മയോട് പറയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആരെങ്കിലും വിവാഹത്തിന് മുമ്പായിട്ട് തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യുമോ? നീ മാത്രം അങ്ങനെ ചെയ്യാറുള്ളൂ. അതിന് കാരണം നീ ഒരു ഗോൾഡ് ഡിഗർ ആയതുകൊണ്ടാണ്. സോ നിന്നെ പോലൊരാളെ ഞങ്ങൾക്കും വേണ്ട എന്ന് വൂജുവിന്റെ അനിയത്തിയും പറയുന്നു. അങ്ങനെയിരിക്കെ മെറിക്കും അതൊക്കെ കേട്ടിട്ട് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറയുവാനായിട്ട് വന്നത് മറ്റൊരു കാര്യമായിരുന്നെങ്കിൽ പോലും അതൊന്നും പറയുന്നതിൽ ഇവിടെ യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ല എന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഊജുൻ എങ്ങനെയാണ് ഇത്രയ്ക്ക് മോശപ്പെട്ടൊരു സ്വഭാവം വന്നതെന്ന് ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് എവിടെ നിന്നും വന്നു എന്ന കാര്യം എനിക്ക് മനസ്സിലായതെന്ന് അവൾ പറയുമ്പോഴത്തേക്കും അമ്മയ്ക്കും ദേഷ്യം വന്നിട്ട് അമ്മ അവളെ തല്ലുവാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ അവളും അമ്മയുടെ ആ ഒരു തല്ലിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെറിയും അവിടെ നിന്നും ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ സാരമില്ല എന്ന് പറഞ്ഞ് അവളും മനസ്സിനെ സ്വയം സമാധാനിപ്പിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു ബേക്കറിയിൽ നിന്നും കോൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യം അവളും അറിയുന്നത്. സോ അവരെ മീറ്റ് ചെയ്യുവാനായിട്ട് അവളും പോകുന്നു. ഇപ്പോൾ വൂജുവും ഉൺസുവും കൂടി കാണുകയാണ്. വൂജുവും ഡിസൈനറെ മീറ്റ് ചെയ്യുവാനായിട്ട് പോവുകയാണെന്നുള്ള കാര്യമെല്ലാം തന്നെ ഉൺസൂനും മനസ്സിലായി. അവരും ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് പരസ്പരം വഴക്കുണ്ടാക്കുന്നുണ്ട്. അതായത് ഇന്നലെ വരെ ഈ ഒരു പോസ്റ്റിൽ ഇരുന്നത് താനായിരുന്നു എന്ന് ഉൺസു പറയുമ്പോഴത്തേക്കും വൂജുവും നീ മര്യാദയ്ക്ക് കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടായിരുന്നു മുത്തശ്ശി നിന്റെ സ്ഥാനം എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നുവെന്ന് തിരിച്ചും പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നീ അത്രയ്ക്ക് വലിയ ആളാണെന്ന് നിനക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ നിലവിൽ എത്ര പണത്തിനായിരുന്നോ ആ ഒരു കമ്പനി ഈ ഒരു കരാറൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അതേ പണത്തിന് തന്നെ നീ ഈ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയൊക്കെ നീ ചെയ്യുകയാണെങ്കിൽ നിന്റെ കഴിവിനെ ഞാൻ അംഗീകരിച്ച് തരുന്നതായിരിക്കുമെന്നെല്ലാം തന്നെ ഉത്സവം പറയുന്നു. എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കോൺട്രാക്ട് ഒക്കെ നടത്തുന്ന ആള് കൂടുതൽ പണമൊക്കെ ചോദിക്കുന്നതായിരിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് കാരണമായിരുന്നു ഉത്സവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ ഉത്സവമായിട്ട് ചലഞ്ച് ഒക്കെ വെച്ചിട്ടാണ് ഊജവും പോകുന്നത്. ഇപ്പോൾ മെറിയും വൂജും വീണ്ടും കണ്ടുമുട്ടുന്നു. അങ്ങനെയിരിക്കെ നിങ്ങൾ നിലവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പണമെല്ലാം തന്നെ കുറച്ച് കൂടുതലാണ്. അതൊക്കെ ഒന്ന് കുറയ്ക്കുവാനായിട്ട് സാധിക്കുമോ എന്ന രീതിക്ക് വൂജു ചോദിക്കുമ്പോഴത്തേക്കും മെറിക്കും വൂജുവിനോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കിപ്പോഴും പറയുവാനായിട്ടുള്ളത്. അതായത് നീ എന്റെ ഹസ്ബൻഡ് ആയിട്ട് അഭിനയിക്കുവാനായിട്ട് തയ്യാറാവുകയാണ് എങ്കിൽ ഈ ഒരു കോൺട്രാക്ട് നേരത്തെ എത്ര പണത്തിനായിരുന്നു ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അതേ പണത്തിന് തന്നെ ഈ തവണയും ഏറ്റെടുക്കുന്നതായിരിക്കും. അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു തുക പോലും ഞാൻ മേടിക്കുകയില്ല എന്ന് അവളും പറയുന്നു. അതായത് നേരത്തെ അവള് വാഷ്റൂമിൽ കയറിയ സമയത്ത് ഫോണിൽ സംസാരിക്കുന്നത് അവൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കമ്പനിയും ഇതേ ഡിസൈൻ വെച്ചുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞ ഒരു കോൺഫിഡൻസിലാണ് ഇപ്പോൾ അവളും ഇരിക്കുന്നത്. പക്ഷേ നിന്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുവാനായിട്ട് എന്നെ കിട്ടുകയില്ല എന്ന് പറഞ്ഞ് പൂജ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പുതിയൊരു വീട് വെക്കുവാനായിട്ടുള്ള പ്ലാനിൽ ഞാനും ഒരുപാട് പണമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു സ്കാം ആയിരുന്നു. അങ്ങനെ എനിക്ക് എന്റെ പണമെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഞാനൊരു ലക്കി ഡ്രോയിൽ വിജയിച്ചു. $5 മില്യൺ വില വരുന്ന ഒരു വീടാണ് എനിക്കതിൽ കിട്ടുവാനായിട്ട് പോകുന്നത്. ഹസ്ബൻഡുമായിട്ട് വന്നാൽ മാത്രം എനിക്കത് കിട്ടുകയുള്ളൂ. സോ നീ എന്റെ ഹസ്ബൻഡായിട്ട് ഒന്ന് അഭിനയിക്കാമോ എന്ന് അവളെ ചോദിക്കുമ്പോഴത്തേക്കും അവനും ഉങ്സുന്റെ അടുത്ത് നിന്ന് ചലഞ്ചൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു മെസ്സേജ് അവന് വരികയാണ്. അവനും ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മെറിയും നീ എന്റെ ഹസ്ബൻഡ് ആയിട്ടൊന്ന് വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിൽ നിന്നും കോൺട്രാക്ട് ഒക്കെ മേടിച്ചിട്ട് സൈൻ ചെയ്തും കൊടുക്കുന്നു.
മെറിയും ഇപ്പോൾ വൂച്ചിനെ കൂട്ടിക്കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് മുമ്പിലായിട്ട് വന്ന് നിൽക്കുകയാണ്. അങ്ങനെയിരിക്കെ ഞാൻ നിനക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഡേറ്റുകളും ഡീറ്റെയിൽസും ഒക്കെ അടങ്ങുന്ന ഒരു മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. നീ അതൊക്കെ പഠിച്ചോ എന്ന് മെറി ചോദിക്കുമ്പോഴത്തേക്കും നീ എന്റെ കൂടെ നിന്നാൽ മാത്രം മതിയെന്നല്ലേ നീ പറഞ്ഞത്. അത്ര മാത്രമേ ഞാനും ചെയ്യുകയുള്ളൂ എന്ന് ബൂജുവും അറിയിക്കുന്നു. അങ്ങനെയിരിക്കെ അവർ ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് അവളും അവളുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം അവന് നൽകുന്നു. കൂടാതെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോയില് ബൂജു കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു. സോ നീയും ഈ കണ്ണാടി വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു കണ്ണാടി നൽകുകയാണ്. ഹണിമൂണിന് പോകുന്നതുമായി ബന്ധപ്പെട്ട് വൂജു തന്റെ ഐഡിയും ഡീറ്റെയിൽസും എല്ലാം തന്നെ അവൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടായിരുന്നു അവൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും വലിയൊരു സ്കാം ഒക്കെ നടത്തിയിട്ട് പിടിക്കപ്പെടുകയാണെങ്കിൽ ആകെ പ്രശ്നമാകുന്നതായിരിക്കുമെന്ന് വൂജു പറയുമ്പോഴത്തേക്കും നമ്മളെ ഒരിക്കലും അവർ പിടികൊടുക്കില്ല. നമ്മൾ ജസ്റ്റ് പോയിട്ട് സമ്മാനമൊക്കെ ഏറ്റുവാങ്ങും. പിന്നെ ഞാനും ആ ഒരു വീടൊക്കെ കിട്ടിയാൽ ആദ്യം തന്നെ വീട് വിൽക്കുകയായിരിക്കും ചെയ്യുക. വീട് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ എല്ലാ കടബാധ്യതകളും തീരും. ഞാനും നിനക്ക് പണം നൽകുന്നതായിരിക്കുമെന്ന് ബൂച്ചുവിന്റെ അടുത്തായിട്ടും അവൾ പറയുന്നു. പക്ഷെ ഇങ്ങനെ കിട്ടുന്ന പണം ഒന്നും തന്നെ തനിക്ക് വേണ്ട എന്നായിരുന്നു അവളും പറഞ്ഞത്. ഇപ്പോൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന ചടങ്ങ് നടത്താമെന്ന് സെക്രട്ടറി അറിയിക്കുമ്പോഴത്തേക്കും സിയോയ്ക്ക് ഒരുപാട് ദേഷ്യം തോന്നുകയാണ്. എങ്കിൽ പോലും നീ ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് അറിഞ്ഞിട്ട് ഒരുപാട് പേര് നിന്നെ സപ്പോർട്ട് ചെയ്തൊക്കെ സോഷ്യൽ മീഡിയാസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിനും അതുവഴി ഒരുപാട് നേട്ടമുണ്ടായി. വീടൊന്നും ഇല്ലാത്ത പണമൊന്നും ഇല്ലാത്ത ദമ്പതിമാർക്കാണ് ഈ ഒരു വീടൊക്കെ കിട്ടുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയേറെ സപ്പോർട്ട് നിനക്ക് ലഭിച്ചത്. കൂടാതെ നിന്റെ അച്ഛനും നിന്നെ ഓർത്ത് ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് എന്നെല്ലാം തന്നെ സെക്രട്ടറി അറിയിക്കുമ്പോഴത്തേക്കും അതൊരു ക്രെഡിറ്റ് ആയിട്ടൊക്കെ സിയോയും കാണുന്നു. സ്റ്റാഫും ഇപ്പോൾ മെറിയോടും വൂച്ചുവിനോടും സംസാരിക്കുന്നു. അങ്ങനെയിരിക്കെ വൂച്ചു നാട്ടിലില്ല എന്നല്ലേ നീ അറിയിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റാഫ് പറയുമ്പോഴത്തേക്കും അവൻ നാട്ടിലില്ലാഞ്ഞിട്ട് പോലും ഈ ഒരു ലക്കി ഡ്രോയുടെ സമ്മാനം മേടിക്കുവാനായിട്ട് നേരിട്ട് എത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായിരുന്നു ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് അവൻ വന്നിട്ടുണ്ടായിരുന്നെന്ന് മെറിയും അറിയിക്കുന്നു. അവന്റെ ഐഡിയിൽ കൊടുത്ത ഫോട്ടോയും അവനെ നേരിട്ട് കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ എന്ന് സ്റ്റാഫ് പറയുമ്പോഴത്തേക്കും പണ്ട് കൊടുത്തൊരു ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് ഐഡിയ ഉണ്ടാക്കിയതെന്ന് അവളും പറയുന്നു. പല ആൾക്കാരും സ്കാം ഒക്കെ ചെയ്യാറുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഐഡി കാണിക്കാമോ എന്ന് സ്റ്റാഫും ചോദിക്കുകയാണ്. മെറിയുടെ കയ്യിൽ മെറിയുടെ ഐഡി ഉണ്ടായിരുന്നു. പക്ഷെ വൂച്ചിന്റെ കയ്യിൽ മെറിയുടെ എക്സ് ഹസ്ബൻഡ് ആയിട്ടുള്ള വൂച്ചിന്റെ ഐഡി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനും ഒന്ന് ടെൻഷൻ ആകുന്നു. കൂടാതെ അവന്റെ അടുത്തായിട്ട് സംശയമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന സ്റ്റാഫും അവന്റെ അടുത്തായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുകയാണ്. പക്ഷെ അവനും വലിയ സംഖ്യകൾ പോലും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വീടിന്റെ നമ്പറും വിവാഹം കഴിഞ്ഞ ഡേറ്റും അങ്ങനെ പലതും അവൻ കൃത്യമായി പറഞ്ഞത് കൊണ്ട് തന്നെ സ്റ്റാഫും അവർ റിയൽ ആയിട്ടുള്ള ഹസ്ബൻഡും വൈഫും ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോഴാണ് വീട് കൊടുക്കുന്നത് വലിയൊരു ഫംഗ്ഷൻ ആയിട്ടാണ് അവർ നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതെന്ന കാര്യം ബോജുവും മെറിയും അറിയുന്നത്. ആർട്ടിക്കിളിൽ കൊടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ പേരെങ്കിലും തെറ്റായിട്ട് കൊടുക്കാമോ എന്ന് മറി ചോദിക്കുമ്പോഴത്തേക്കും പണ്ട് ഇതുപോലെ ഒരു ലക്കി ഡ്രോയിൽ എനിക്കൊരു 4 സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എനിക്കാണ് 4 സമ്മാനം കിട്ടിയതെന്ന് അറിഞ്ഞിട്ട് ഒരുപാട് പേര് എന്റെ പിന്നാലെ കൂടി. അവർക്ക് എല്ലാവർക്കും തന്നെ അതിൽ നിന്ന് ഒരു വീതം വേണമെന്നും പറഞ്ഞു. അങ്ങനെ ആകെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇതുപോലെ തന്നെ നിങ്ങളും പലരുടെയും കയ്യിൽ നിന്നും പണവും മറ്റുമൊക്കെ മേടിച്ചിട്ടുണ്ടാവൂലേ? അവരെങ്ങാനും ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളുടെ പിന്നാലെ വന്നാലോ എന്ന സംശയമല്ലേ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങളുടെ പേരൊക്കെ വേറൊരു പേരായിട്ട് ഞാനും മാറ്റിക്കൊടുക്കുന്നതായിരിക്കുമെന്ന് സ്റ്റാഫും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് വൂച്ചിനും ഒരു ഐഡിയ തോന്നുന്നത്. അവനും ഒരു കോള് വന്നതായിട്ട് അഭിനയിക്കുന്നു. അതായത് അവന്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാൾക്ക് പകരുന്ന രീതിക്ക് വലിയൊരു അസുഖമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്ന സമയത്ത് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരെയും ടെസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കും ഇതേ അസുഖം തന്നെ ആണെന്നും ആ അസുഖം ബാധിക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട് എന്നും എല്ലാം തന്നെ അവനും പറയുന്നു. കൂടാതെ ഒരു മാസ്ക് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് ഇരിക്കാമായിരുന്നു എന്നും കൂടി അറിയിക്കുകയാണ്. എന്തായാലും വൂച്ചു ഇങ്ങനെ ഒരു പ്ലേ ഒക്കെ നടത്തുമ്പോഴത്തേക്കും മെറിയും അവന്റെ കൂടെ അവനെ സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കുന്നു. സോ സ്റ്റാഫും ഇപ്പോൾ സെക്രട്ടറിനെ വിളിച്ച് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കുകയാണ്. എന്തായാലും ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഇപ്പോൾ വൂച്ചുവിനും മെറിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ അവരും എടുക്കുകയാണ്. അതായത് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കമ്പനിയിലെ സിഇഒനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വൂച്ചുവിനും മെറിക്കും ഫേസ് ഒക്കെ ഹൈഡ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. ഫംഗ്ഷൻ എല്ലാം അവസാനിച്ച് കഴിയുമ്പോഴത്തേക്കും സെക്രട്ടറിയും മെറിക്ക് വീടിന്റെ താക്കോല് നൽകുകയാണ്. കൂടാതെ അതുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റിലും അവളെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്നു. വൂജുവിനെ കണ്ടില്ലല്ലോ എന്ന് സെക്രട്ടറി പറയുമ്പോഴത്തേക്കും വൂജു ഹോസ്പിറ്റലിലേക്ക് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യുവാനായിട്ട് പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് അവളും ഇപ്പോൾ സെക്രട്ടറിയുടെ ഒപ്പമൊക്കെ നടക്കുകയാണ്. പക്ഷെ അവരങ്ങനെ നടന്നു വരുന്ന സമയത്ത് വൂജുവിനെയും കാണുകയാണ്. വൂജുവിനോട് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയല്ലേ, ഏത് ഹോസ്പിറ്റലിലേക്കാ പോകുന്നതെന്ന് പറ, ഞാനും അവിടെ കൊണ്ടേ ആക്കാമെന്നെല്ലാം തന്നെ സെക്രട്ടറി പറയുമ്പോഴത്തേക്കും അവനും ഹോസ്പിറ്റലിന്റെ പേര് പറയുകയാണെങ്കിൽ കളങ്ങളെല്ലാം തന്നെ പൊളിയുമല്ലോ എന്ന് വിചാരിച്ച അവനും ഹോസ്പിറ്റലിൽ നിന്നും എനിക്കിപ്പോൾ ഒരു കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് നെഗറ്റീവാണ്, അതുകൊണ്ട് തന്നെ ഒന്നും കൂടി പോയി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അവനും അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ സെക്രട്ടറിയും ഇപ്പോൾ അവനെയും അവളെയും കൂടി കൂട്ടിക്കൊണ്ട് പുതിയ വീടൊക്കെ കാണിക്കുവാനായിട്ടും കൊണ്ടുപോകുന്നു.
ഒരു വലിയ ടൗൺ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനി ഏറ്റെടുത്തിട്ട് അവിടെ ഓരോരോ വീടുകളൊക്കെ വെച്ചു കൊടുത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ താമസിക്കുന്നതും. വലിയ വലിയ പൊളിറ്റീഷ്യൻസും അതുപോലെ തന്നെ വലിയ വലിയ ബിസിനസ് ഒക്കെ നടത്തുന്ന ആൾക്കാരും കൊറിയയിലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസും എല്ലാം തന്നെ അവിടെ വീട് മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരും സ്വാഭാവികമായിട്ടും അവരെ എല്ലാം തന്നെ വഴിയിൽ വെച്ചൊക്കെ കാണുന്നതായിരിക്കുമെന്ന് സെക്രട്ടറിയും അറിയിക്കുന്നു. ഇപ്പോൾ ആന്റിയും ഉൺസും കൂടി ചേർന്നുകൊണ്ട് ഒരു ചെയർമാന്റെ വീട് വരെ പോവുകയാണ്. ആ ഒരു ചെയർമാൻ അങ്കിളുടെ ഫ്രണ്ട് ആണ്. പക്ഷേ അങ്കിള് നേരിട്ട് പോകാതെ ചെയർമാനെ മീറ്റ് ചെയ്യുന്നത് വഴി ഉങ്സോന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്നെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉങ്സോനെയും ആന്റീനെയും കൂടി വിട്ടിട്ടുള്ളത്. അവർ തന്നെ ബേക്കറിയിലെ പുതിയ പ്രൊഡക്റ്റ് എല്ലാം തന്നെ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ അവരും പോകുന്നത്. നിലവിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ടീം ലീഡായിട്ട് വൂജുവിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പോലും മുത്തശ്ശി നിനക്കാണ് വൂജുവിനെക്കാളും കഴിവ് കൂടുതലുള്ളതെന്ന് അംഗീകരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളും ഇതെല്ലാം തന്നെ ചെയ്യുന്നതെന്ന് ആന്റിയും പറയുന്നുണ്ട്. വൂജുവിനെ നമ്മൾ നന്നായി തന്നെ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വൂജുവിന്റെ അടുത്ത് നിന്നും ചെറിയൊരു മിസ്റ്റേക്ക് എങ്കിലും നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്പെടുമെന്നും ആന്റി പറയുന്നു. ഇപ്പോൾ പുതിയ വീടെല്ലാം തന്നെ അവരെ കാണിച്ചു കൊടുക്കുകയാണ് സെക്രട്ടറി. അവർക്കും വീട് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെയിരിക്കെ ഈ ഒരു വീട് ഞങ്ങൾക്ക് ഉടനെ വിൽക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് മെറി ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഇതിനു മുമ്പ് ഇവർ ഇതുപോലൊരു ഫംഗ്ഷനൊക്കെ വെച്ച സമയത്ത് ഒരു വീട് സമ്മാനമായി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ദമ്പതികൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഡിവോഴ്സ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് നാണക്കേടുമുണ്ടായി. സോ ഇപ്പോൾ നിലവിൽ ഈ സമ്മാനമൊക്കെ കൊടുത്തതിന് ശേഷം 3 മാസം കഴിയാതെ അവർക്ക് ആ വീട് വിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് സെക്രട്ടറിയും അറിയിക്കുന്നു. അതായത് ഈ ഒരു 3 മാസത്തിനിടയ്ക്ക് ഇവർ ഡിവോഴ്സ് വല്ലതും ചെയ്യുകയാണ് എങ്കിൽ ഈ ഒരു സമ്മാനം അവരുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. അങ്ങനെ ഇരിക്കെ മെറിയും എനിക്ക് താമസിക്കുവാൻ ഒരു വീടൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. തൽക്കാലം 3 മാസത്തേക്ക് ഞാൻ ഈ വീട്ടിൽ താമസിച്ചോളാം എന്ന് പറയുന്നു. പക്ഷേ ശരിക്കും നിങ്ങൾ ഇവിടെ തന്നെയാണ് താമസിക്കേണ്ടത്. നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് കാണുവാനായിട്ടും സാധിക്കും. എല്ലാ ദിവസവും നിങ്ങളെ കാണിക്കുകയും നിങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്യേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്വമാണെന്ന് സെക്രട്ടറിയും പറയുന്നു. എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യ്. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും റെഡിയായി താഴേക്ക് വാ. ഞാനും ഇവിടുത്തെ ബാക്കി കാഴ്ചകളെല്ലാം തന്നെ കാണിച്ചു തരുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് സെക്രട്ടറിയും പോകുന്നു. സെക്രട്ടറി പറഞ്ഞത് വെച്ചാണെങ്കിൽ സെക്രട്ടറി എല്ലാ ദിവസവും നമ്മളെ കാണുവാനായിട്ട് വരും. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ഈ ഒരു വീട്ടിൽ നിൽക്കുകയും ചെയ്യണം. ഇതൊന്നും തന്നെ നടക്കുന്ന കാര്യങ്ങളല്ല. മാത്രമല്ല പിടിക്കപ്പെടുകയാണെങ്കിൽ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടം കൊണ്ട് എല്ലാം നിർത്തുന്നതാണ് നല്ലത്. നീയും സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് ഈ ഒരു വീട് വേണ്ടെന്ന് വെച്ചേക്കെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന മോതിരവും അതുപോലെ തന്നെ ആ ഒരു കണ്ണടയും അവളുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം അവനും പോകുന്നു. പിന്നീട് അവനും അവളെ കോൾ ചെയ്തു സോറിയൊക്കെ പറയുവാനായിട്ട് തുടങ്ങുന്ന സമയത്തായിരുന്നു ആന്റിയും വണ്ടിയിൽ അവന്റെ മുമ്പിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആന്റിയും ഉൺസുവും അവരവിടെ കാണുമ്പോഴത്തേക്കും മൊത്തത്തിലൊന്ന് ഞെട്ടുന്നുണ്ട്. ആന്റിയും എന്തിനാണ് അവൻ അവിടെ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വൂജും തന്നൊരു ഫ്രണ്ടിനെ കാണുവാനായിട്ട് വന്നതാണെന്ന് അറിയിക്കുന്നു. അങ്ങനെയിരിക്കെ വൂജുവിനെ കണ്ടിട്ടുണ്ടായിരുന്ന ചെയർമാനും നിന്റെ വൈഫ് എവിടെ പോയെന്ന് വൂജുവിനോടും ചോദിക്കുന്നു. വൂജുവും അങ്ങനെ മൊത്തത്തിൽ ഞെട്ടിയൊക്കെ നിൽക്കുന്ന സമയത്താണ് വൂജു പെട്ടെന്ന് തന്നെ കോൾ വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ വൂജുവിനെ അന്വേഷിച്ചുകൊണ്ട് മെറിയും താഴേക്ക് ഇറങ്ങി വരുന്നത്. സോ ഇപ്പോൾ അവരെല്ലാവരും തന്നെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനോട് കൂടി ഇതിന്റെ സെക്കൻഡ് എപ്പിസോഡും അവസാനിക്കുന്നു.